ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തൻഷിക് വേൾഡ്. ഇന്ന് വന്നിരിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു സ്നാക്കിൽ ഒരെണ്ണം മതിയാകും നമ്മുടെ വയറൊക്കെ ഫുള്ളാവാനായിട്ട്. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ നമുക്കിത് വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കണം എന്ന് തോന്നും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ട് ഞാനിവിടെ 700 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ബോൺലെസ് ചിക്കൻ പീസസ് ആണ് നമുക്കിതിനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഞാനിവിടെ ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കിതുപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. വളരെ തിന്നായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിച്ചാൽ മതി. കണ്ടല്ലോ, ഇതുപോലെ നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡറും പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ തൈരും 1 ചെറുനാരങ്ങയുടെ പകുതിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ഒരു മസാല തയ്യാറാക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയൊക്കെ ചിക്കൻ പീസസിൽ നല്ലതുപോലെ പിടിക്കത്തക്ക വിധത്തിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം 15 മിനിറ്റ് നേരത്തേക്ക് ഇത് മസാലയൊക്കെ പിടിക്കാനായിട്ട് ഇവിടെ മാറ്റി വെക്കണം. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ചേർക്കാൻ മറന്നുപോയതാണ്. ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതുകൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇനി ഇത് മിനിമം ഒരു 15 മിനിറ്റ് നേരത്തേക്കെങ്കിലും ഇവിടെ അടച്ച് മാറ്റി വെക്കാം. ആ ഒരു സമയത്ത് നമുക്ക് ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ വലിയ ജാറിലോട്ട് ഞാൻ 2 മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ 2 കപ്പ് മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലവർ ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിലാണ് മൈദ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ബാറ്റർ നല്ല സ്മൂത്തായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് പാലാണ്. 2 കപ്പോളം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ബാറ്റർ നല്ല തിന്നായിട്ടാണ് വേണ്ടത്. ഇപ്പോൾ 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നോക്കിയിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് ബാറ്റർ കിട്ടിയിട്ടുള്ളത്. പക്ഷേ നമുക്ക് വേണ്ടത് നല്ല തിന്നായിട്ടുള്ള ബാറ്ററാണ്. അതുകൊണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഞാനിവിടെ 1 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് മുതൽ 1.5 കപ്പ് വരെ വെള്ളം ചേർത്തിട്ട് നമുക്ക് ഈ ബാറ്റർ ഒന്ന് ലൂസാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇതൊന്നുകൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതിവിടെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല തിന്നായിട്ടുള്ള ബാറ്ററാണ്. ഇതുപോലെയാണ് ബാറ്റർ വേണ്ടത്. ഇതൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടല്ലോ, തിന്നായിട്ടുള്ള ബാറ്ററാണ്. ഇതുപോലെയാണ് നമുക്ക് വേണ്ടത്. ഇത് വെച്ചിട്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ലൂസായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്. ഇനി ഇതിവിടെ ഒന്ന് മാറ്റി വെക്കാം. ഈ ഒരു സമയത്ത് നമ്മുടെ ചിക്കനിൽ മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അധികം ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതിനായിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു റെസിപ്പിക്ക് വെളിച്ചെണ്ണയേക്കാളും നല്ലത് സൺഫ്ലവർ ഓയിലായിരിക്കും. ഇനി ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അധികം ഹാർഡായിട്ടൊന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ചൊന്ന് സോഫ്റ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മളിതിലോട്ട് തൈരും ലെമൺ ജ്യൂസൊക്കെ ഒഴിച്ചത് കാരണം നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി ഇതിവിടെ നിന്ന് ഫ്രൈ ആവട്ടെ. ഈ ഒരു സമയത്ത് നമുക്ക് ദോശ ചുട്ടെടുക്കാം. അതിനായിട്ട് ഒരു പാനിലോട്ട് ഞാൻ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ബാറ്റർ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. തിന്നായിട്ടാണ് നമുക്ക് ദോശ വേണ്ടത്. അതിനായിട്ട് കുറച്ച് മാവ് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അധികം കട്ടിയില്ലാതെ തിന്നായിട്ടാണ് ദോശ ചുട്ടെടുക്കേണ്ടത്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവ് വെച്ചിട്ടും എല്ലാ ദോശയും ഒന്ന് ചുട്ടെടുക്കാം. ഈ ഒരു സമയത്ത് നമ്മുടെ ചിക്കനിൽ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ വറ്റുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ വെള്ളമൊക്കെ നല്ലതുപോലെ തന്നെ വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് മുരിച്ചെടുത്താൽ മാത്രം മതിയാകും. അധികം ഹാർഡായി പോകണ്ട. കുറച്ച് സോഫ്റ്റായിട്ട് തന്നെയാണ് നമുക്ക് പീസസ് വേണ്ടത്. അപ്പോൾ ഇതിവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാനിവിടെ എല്ലാ ദോശയും ചുട്ടെടുത്തിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഇതിൽ നിന്ന് ആദ്യം തന്നെ ഒരു ദോശ എടുത്തിട്ട് ഇതിങ്ങനെ ഒന്ന് ഹാഫായിട്ട് മടക്കിയെടുക്കണം. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട്
നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് കുറച്ച് ഇട്ട് കൊടുക്കാം. നമ്മൾ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഫ്രൈ ചെയ്തെടുത്തത് കാരണം നമുക്കിതുപോലെ കുറേ ചിക്കൻ പീസസ് വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ എത്രത്തോളം ചിക്കൻ പീസസ് വെച്ച് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ചീസ് വെച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ മൊസറല്ല ചീസാണ് എടുത്തിട്ടുള്ളത്. ഏത് ടൈപ്പ് ചീസ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അതുപോലെ ഞാനിവിടെ ഷ്രെഡഡ് ചീസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലൈസസ് വെച്ച് കൊടുക്കാം. ഏത് വേണമെങ്കിലും വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിന് മുകളിലായിട്ട് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് വെച്ച് കൊടുക്കാം. ഞാനിവിടെ കുഞ്ഞു കുഞ്ഞു തക്കാളി ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തതാണ് വെച്ച് കൊടുക്കുന്നത്. ചെറിയ ടൊമാറ്റോ ഉണ്ടല്ലോ, ചെറിയ ടൊമാറ്റോ ആണ് ഞാൻ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നത്. അതല്ല നമ്മുടെ സാധാരണ തക്കാളിയും നമുക്ക് വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതിങ്ങനെ ഒന്ന് മടക്കിയെടുക്കാം. ഫില്ലിംഗ് ഒന്നും പുറത്തു പോകാതെ നല്ലതുപോലെ ഒന്ന് മടക്കിയെടുത്താൽ മതി. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടറിന് പകരം നമുക്കിത് ഓയിലിനും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ബട്ടർ ആകുമ്പോൾ ടേസ്റ്റ് ഒന്നുകൂടി കൂടും. അപ്പോൾ ബട്ടർ നല്ലതുപോലെ ചൂടായതിനു ശേഷം ഇനി ഇതിലേക്ക് ഓരോന്നായിട്ട് വെച്ചിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് ഫ്ലെയിം കൂട്ടി വെക്കാതെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഓരോ സൈഡും മുരിഞ്ഞ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ 2 സൈഡ് ഇതുപോലെ മാറി മാറി ഇട്ടിട്ടൊന്ന് മുരിച്ചെടുക്കാം. ചീസൊക്കെ നല്ലതുപോലെ തന്നെ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ചീസ് ഇങ്ങനെ മെൽറ്റായി തുടങ്ങുമ്പം ഇതിൻ്റെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗമൊക്കെ ഒന്ന് അടഞ്ഞു കിട്ടും. ഫില്ലിംഗ് ഒന്നും പുറത്ത് പോകാതെ നല്ലതുപോലെ തന്നെ ഇതിങ്ങനെ ക്ലോസ് ആയി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതാ എല്ലാം നല്ലതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ തന്നെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, എത്ര കഴിച്ചാലും മതിയാകാത്ത നമ്മുടെ ഒരു വെറൈറ്റി സ്നാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിലൊരു പീസ് മാത്രം കഴിച്ചാൽ മതിയാവും. നമ്മുടെ വയറ് ഫുള്ളാവും. അത്രയും ഹെവിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. കണ്ടല്ലോ, ചീസ് മെൽറ്റായപ്പം ഇതിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ നല്ലതുപോലെ തന്നെ ക്ലോസ് ആയി കിട്ടിയിട്ടുണ്ട്. ഫില്ലിംഗ് ഒന്നും പുറത്തു പോവില്ല. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. ഇത് കഴിക്കുന്ന സമയത്ത് ശരിക്കും പിസ്സ പോക്കറ്റൊക്കെ കഴിക്കുന്നത് പോലെയാണ്. അതേ ടേസ്റ്റാണ് ഇതിനുള്ളത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചെറിയ ചൂടോടുകൂടി തന്നെ ഇത് കഴിക്കാൻ ശ്രദ്ധിക്കണം. നല്ല രുചിയാണ്. കഴിക്കുന്ന സമയത്ത് ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റാണ്, നല്ല ചീസി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസായിട്ട് അറിയിക്കാനും ആരും മറക്കരുത്. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ആരും മറക്കല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനാബിൾ ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാകുമ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.